ഇടുക്കി 2021 ഒരു ട്രെക്കിംഗ് ഗൈഡ്. പേര് നീരജ, 28 വയസ്സ്. അവൾക്ക് പ്രകൃതിയോട് അതിയായ സ്നേഹം. എന്നാൽ രാത്രി 3 മണിക്ക് അവൾ ഒരിക്കലും വനത്തിൽ പോകാറില്ല. കാരണം ഒരു കഥ. 5 വർഷം മുൻപ് അവളുടെ കൂട്ടുകാരി വനത്തിൽ വെച്ച് മരിച്ചു. സമയം രാത്രി 3 AM. ഒരു ദിവസം നീരജയ്ക്കൊരു ഗ്രൂപ്പിനെ വനത്തിലൂടെ കൊണ്ടുപോകേണ്ടി വന്നു. രാത്രി 3 AM. ഗ്രൂപ്പ് ഉറങ്ങുകയായിരുന്നു. നീരജ ഉണർന്നു. അവൾക്കൊരു ശബ്ദം കേട്ടു. വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം. പക്ഷേ അതിൽ ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ. അവൾ ആ ശബ്ദത്തിൻ്റെ അടുത്തേക്ക് നടന്നു. 10 മിനിറ്റ്, 20 മിനിറ്റ്. വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. അവിടെ ഒരു പെൺകുട്ടി, അവളുടെ കൂട്ടുകാരി, 5 വർഷം മുൻപ് മരിച്ചവൾ. നീരജ ഞെട്ടി. നീ മരിച്ചു? പെൺകുട്ടി പറഞ്ഞു. ഞാൻ മരിച്ചില്ല. ഞാനിവിടെ കുടുങ്ങി, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തിൽ. 3 AM എനിക്ക് സംസാരിക്കാൻ കഴിയും. ഞാൻ നിന്നെ വിളിച്ചു. 5 വർഷമായി. നീ ഇന്ന് വന്നു. എന്നെ രക്ഷിക്കൂ. നീരജ ചോദിച്ചു. എങ്ങനെ? പെൺകുട്ടി പറഞ്ഞു. നീ എൻ്റെ കൈ പിടിക്കണം. 3 AM കൃത്യം. നീ പിടിച്ചാൽ ഞാൻ സ്വതന്ത്രയാകും. പക്ഷേ നീ എൻ്റെ സ്ഥാനത്ത് കുടുങ്ങും. നീരജ മടിച്ചു. പെൺകുട്ടി പറഞ്ഞു. ഞാൻ നിന്റെ കൂട്ടുകാരിയാണ്. ഞാൻ നിനക്കു വേണ്ടി പ്രാർത്ഥിച്ചു. ഇപ്പോൾ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. കൈ പിടിക്കൂ. നീരജ കൈ നീട്ടി. പെൺകുട്ടിയുടെ കൈ പിടിച്ചു. ഉടൻ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഇരട്ടിച്ചു. നീരജയുടെ കണ്ണുകൾ അടഞ്ഞു. അവൾക്ക് തോന്നി താൻ വെള്ളത്തിൽ മുങ്ങുകയാണ്. പിന്നെ ഒരു വലിയ വെളിച്ചം. അവൾ കണ്ണു തുറന്നു. സമയം 3:05 AM. അവൾ വെള്ളച്ചാട്ടത്തിനടുത്തായിരുന്നു. പെൺകുട്ടി പോയി. അവളുടെ സ്ഥാനത്ത് ഒരു ചെറിയ പൂ. നീരജ ആ പൂവെടുത്തു. അവളിപ്പോൾ എല്ലാ രാത്രി 3 മണിക്കും ആ വെള്ളച്ചാട്ടത്തിനടുത്ത് പോകും. അവൾ കാത്തിരിക്കും. ഒരു പക്ഷേ അവളുടെ കൂട്ടുകാരി വീണ്ടും വിളിക്കും. അല്ലെങ്കിൽ മറ്റൊരാൾ. 3 AM.